നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാവിൻ്റെ ഒരു ബഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നമ്മളെ ബോഗൻവില്ലയിലെ കടലാസ് ചെടിയുടെ ഒരു ഗ്രാഫ്റ്റിംഗ് മെത്തഡാണ് കാണാം. ഇത് ഒരു നാടൻ ചെടി, കമ്പ് കുത്തി മുളപ്പിച്ച ഒരു ചെടിയാണ്. ഇത് നമ്മൾ ഓൾറെഡി ബഡ് ചെയ്തിട്ടുണ്ട്. ഇത് ബഡ് ചെയ്ത് സക്സസ് ആയ ഒരു ഇതാണ്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ബഡ് ചെയ്തത്. അതിൻ്റെ മുകളിൽ വേറൊരു ചെടി, വേറൊരു വെറൈറ്റി കളർ ചെയ്തതാണ്. അതിൻ്റെ ഇപ്പോൾ ഒരെണ്ണം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സക്സസ് അല്ല, അത് നമ്മൾ അഴിക്കും. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരെണ്ണം ഇവിടെ ചെയ്യും, ഒരെണ്ണം ഇവിടെയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുപോലെ ചെറിയ മുളകളുള്ള സയോൺസ് എടുത്ത് ചെയ്യാം. അതുപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുണ്ടോ, ഒരു ആപ്പ് പോലെ രണ്ട് സൈഡിലും അതിൻ്റെ ചെറിയൊരു അതിൻ്റെ തോല് കാണണം. ഈ തൊലി പിടിച്ചാൽ ഈ തൊലിയും അതുപോലെ നമ്മുടെ ഇതിൻ്റെ ഈ തൊലിയും നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഇവിടെ കട്ട് ചെയ്യുന്നതിൻ്റെ ഈ തൊലിയും നമ്മൾ ചേർന്ന് നിന്നാലേ ഗ്രാഫ്റ്റിംഗ് സക്സസ് ആവുള്ളൂ. അപ്പോൾ സാധാരണ പറയുന്ന പോലെ നമ്മൾ ആപ്പ് മെത്തേഡാണ് ചെയ്യുന്നത്. അതിലിപ്പോൾ നമ്മൾ ചെത്തിയിട്ടുണ്ട്. അതിവിടെ ചെറിയൊരു കീറുണ്ടാക്കിയിട്ടാകുമ്പോൾ അതിലോട്ട് ഇട്ട് വെച്ച് ടൈറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്കത് കാണാം, എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇതുപോലെ ചേർത്ത് വെക്കാം. വെച്ചെടുക്കാം, ക്യാമറ കൊണ്ട് വെച്ചാൽ രണ്ട് തൊലിയും ഇതിന് കൊള്ളുന്ന രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അതിൽ കൊള്ളുന്ന രീതിയിൽ ചേർത്ത് വെച്ചിട്ടാകുമ്പോൾ നമ്മളെ ടേപ്പ് എടുക്കാം. ജസ്റ്റ് ഒന്ന് ആദ്യം വലിക്കുക. ആദ്യം ഒന്ന് ടൈറ്റിൽ കെട്ടി കൊടുക്കുക, നല്ല വൃത്തിക്ക്. നമ്മൾ മുകളിൽ ചെയ്താണ്, അതിന് മുട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇളകും, ശരിക്കും സെറ്റായിട്ടുണ്ടാവില്ല. ടൈറ്റിൽ ചുറ്റി കൊടുത്തിട്ട് നമ്മൾ അത് കുറച്ച് വീതിക്ക് ഒഴിച്ചിട്ട് അത് ഫുള്ളായിട്ട് ചുറ്റുക. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വൈറ്റ് ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തത് ഇത് മുന്നേ ചെയ്തതാണ്. ഇത് ഓൾറെഡി സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു റെഡ് കൂടെ നമ്മൾ ചെയ്യുകയാണ്. ഇത് നടുക്കെ കൂടെ ഒരു കീറിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് സൈണെന്ന് കാണിച്ചു കൊടുക്കും. സൈണിന് ഇവിടെ ചെറിയ ചെറിയ മുളകളുണ്ടോ, അങ്ങനെയുള്ള മുളയുള്ള സൈണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഇത് നല്ല ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഗ്യാപ്പിലും ഈ മദർ പ്ലാന്റിൻ്റെ ഇതും കമ്പ് കുത്തി നട്ട അതിൻ്റെ ആ ഒരു തൊലിയും നമ്മൾ ചെത്തിയ തൊലിയും ഏതെങ്കിലും ഒരു ഭാഗങ്ങളും ക്ലിയറായിട്ട് കൊള്ളണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബഡ്ഡിങ് സക്സസ് ആവുള്ളൂ. ഇത് കാണിച്ചു കൊടുത്തോ. ഇതുപോലെ ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ഭാഗവും കൊണ്ടിട്ടുണ്ട്. അവിടെ നമ്മളെ ടാപ്പ് എടുക്കുക, ചുറ്റുക. ഇത് ചുറ്റി കൊടുക്കുക. പോസിറ്റീവ് അതിപ്പോൾ കെട്ടി ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇത് കവർ ചെയ്യും. അത് ഒരെണ്ണം കൂടി ചെയ്തിട്ട് കാണിച്ചു തരാം. മനസ്സിലുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ രണ്ടെണ്ണം ഇതിൻ്റെ മുകളിൽ ചെയ്തു. ഒരെണ്ണം ഓൾറെഡി ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു കളറും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. നമ്മളിതിന് മൊത്തത്തിൽ കവർ ചെയ്തിട്ട് ഒരു നല്ലൊരു എയർ ടൈറ്റിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഒരു 7 ദിവസത്തിനുള്ളിൽ നമുക്ക് മുള വരുന്നത് അറിയാൻ പറ്റും. അതുപോലെ ഇപ്പോൾ നമ്മൾ 3 എണ്ണം ചെയ്തിട്ടുണ്ട്. ആ 3 എണ്ണത്തിന് നമ്മളിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്ത 3 എണ്ണം ഇതിന് എയർ ടൈറ്റായിട്ട് പ്ലാസ്റ്റിക് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 7 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ കാണാം.